ഇന്ന് നമുക്ക് നമ്മുടെ ഓർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷണൽ ഫ്രേസസ് നോക്കിയാലോ? നമുക്കൊരു കാര്യം ഓർമ്മയില്ല അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യാവുന്ന സിറ്റുവേഷണൽ ഫ്രേസസ് നമുക്കൊന്ന് ചിന്തിക്കാം. ഐ വാസ് ലോസ്റ്റ് ഇൻ സം അതർ തോട്ട്സ്. ഐ വാസ് ലോസ്റ്റ് ഇൻ സം അതർ തോട്ട്സ്. നമുക്കിങ്ങനെ പറയാം. വാട്ട് ഡിഡ് യു സേ? ഐ ഡിഡൻറ്റ് നോട്ടീസ് ഇറ്റ്. ഐ വാസ് ലോസ്റ്റ് ഇൻ സം അതർ തോട്ട്സ്. നീ എന്താ പറഞ്ഞത്? ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ വേറെ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇനി അടുത്തത്, ഐ ടോട്ടലി വെൻ ബ്ലാങ്ക്. ഐ ടോട്ടലി വെൻ ബ്ലാങ്ക്. അത് പാടേ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഇറ്റ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഇനി ഒരു കാര്യം നമുക്ക് ഒട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയേണ്ടതെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് പറയാം, ഐ എം നോട്ട് ഏബിൾ ടു റീകളക്ട് ഇറ്റ്. ഐ എം നോട്ട് ഏബിൾ ടു റീകളക്ട് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ഫെയിൽ ടു റീകോൾ ഇറ്റ്. ഐ എം സോ സോറി, ഐ ഫെയിൽ ടു റീകോൾ ഇറ്റ്. ഇനി ഒരു ഇഡിയം കൂടെ നമുക്കിന്ന് പഠിക്കാം. ടു ബി ഇൻ എ ക്ലൗഡ് കുക്കു ലാൻഡ്. ടു ബി ഇൻ എ ക്ലൗഡ് കുക്കു ലാൻഡ് മീൻസ് we are thinking or we are expecting something that is quite impossible to happen in our life, but we are expecting it. Rather than understanding the reality that it is not going to happen, it is not practical, we are expecting that impossible thing. ഒട്ടും ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ച് ആ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുക, അങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കുക, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്. അതിനാണ് ടു ബി ഇൻ എ ക്ലൗഡ് കുക്കു ലാൻഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടീൻസ് ദേ ആർ ഇൻ എ ക്ലൗഡ് കുക്കു ലാൻഡ് ഇൻ ദെയർ ടീനേജ്. മോസ്റ്റ് ഓഫ് ദ ടീൻസ് ആർ ലിവിങ് ഇൻ എ ക്ലൗഡ് കുക്കു ലാൻഡ്.